ഗായ്സ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന പറശ്ശിനിക്കടവിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള കുറച്ച് പ്രിപ്പറേഷനും അങ്ങോട്ട് പോകുന്ന ഒരു വ്ളോഗൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഒതുക്കാം. നമ്മുടെ ദിനപ്പാപ്പിന് ഉണ്ണീരെ ചോറൂണാണ് പറശ്ശിനിക്കടവിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഇവിടുന്ന് 12 മണിക്കാണ് ഇറങ്ങുന്നത്. എന്തായാലും അനൂസിന് 3 ഡയപ്പർ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മ അനൂസിന് ഉറക്കമായിരുന്നു. അപ്പൊ പിന്നെ എന്നോട് പാക്ക് ചെയ്യാൻ പറഞ്ഞു. അമ്മ വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുപ്പിക്ക് ആക്കാനുണ്ടായിരുന്നുള്ളിക്ക്. നമ്മൾ ചെറുതും വലുതായിട്ട് 5 കുപ്പി എടുത്തിട്ടുണ്ട്. എന്തായാലും അത് ആവശ്യം വരും. വെള്ളം നിറച്ച് ഞാൻ ക്ഷീണിച്ചു. പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിൽ ലേശം വെള്ളം കുടിച്ചു. ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ബാഗൊക്കെ പാക്ക് ചെയ്തത് അമ്മയാണ്. നമ്മുടെ വെള്ളം കുപ്പി 2 ഇതിൽ നിറയ്ക്കാൻ കൊള്ളുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തൊരു കവറിലൊക്കെ ആക്കാന്ന് വിചാരിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്. ഇത് അമ്മയുടെ ഒരു ടോപ്പായിരുന്നു. ഞാൻ പിന്നെ അത് അടിച്ചു മാറ്റി ചെറുതാക്കിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് കണ്ണൊക്കെ എഴുതി അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പോവുകയാണ്. നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റ്. കുറച്ച് അങ്ങോട്ട് നടന്നു പോയാലുള്ളൊരു വഴിക്കലാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. നമ്മൾ ട്രാവലറിലാണ് പോകുന്നത്. വണ്ടി ഞങ്ങൾ മുറ്റത്തേക്ക് വരെ കയറും. പക്ഷെ ഞങ്ങള് വരുന്ന വഴിക്ക് അവിടെ ഒരു മരം വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ വണ്ടി ഇങ്ങോട്ട് കയറുണ്ടായിരുന്നില്ല. എന്റെ പൊന്നെ, കയറാൻ നേരത്തോട് ഒടുക്കത്തെ തിരക്കായിരുന്നു. പിന്നെ നമ്മൾ സ്ഥലം കണ്ടുപിടിക്കേണ്ട തിരക്കിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി സൈഡ് നടക്കായിരുന്നു. അതൊക്കെ പിന്നെ സാധാരണയാണ്. ഏതായാലും അനൂസ് ഫസ്റ്റ് ടൈമാണ് ട്രാവലർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന്റെ ആയിട്ടുള്ള എക്സൈറ്റ്മെന്റ് അവന്റെ മുഖത്തേക്ക് കാണാണ്ടായിരുന്നു. എല്ലാരും അവരുടെ കൊണ്ടുവന്ന ബാഗ് ഓരോന്നിന്റെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പണിയിലാണ്. പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതാണ് കുറെ ലഗേജ് ഉള്ള പോലെ തോന്നുന്നത്. എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിച്ചു പറയുന്നു. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്, ലേശന്റെ ഇവിടെ, കുറച്ചിന്റെ ഇവിടെ, ഇവിടെ വെച്ചോളി, അവിടെ വെച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നിട്ട് സുമേഷ് പാപ്പയ്ക്ക് കയറാൻ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. മുത്തുപാപ്പി ഉണ്ടായിരുന്നില്ല. മുത്തുപാപ്പി കോഴിക്കോട് നിൽക്കും. അവിടുന്ന് നമ്മൾ മുത്താപ്പിനെ കയറ്റാണ് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ പറശ്ശിനിക്കടലിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മ അനൂസും 2 സീറ്റിലോടത്തും ഞാൻ ഒരു സീറ്റിലോടത്തുമാണ്. ഭാഗ്യത്തിന് എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി. 12 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞ ഒരു 12:30ക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. പോണ വഴിക്ക് ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഞാൻ എന്നിട്ട് അമ്മയുടെ ഒരു ഷാളൊക്കെ ഇട്ട് പൊതിച്ചിട്ടൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ മുഖം നോക്കൂ, നല്ല മേക്കപ്പ് ഇട്ടില്ലേ? മേക്കപ്പ് ഐ മീൻ നല്ല രീതിക്ക് കണ്ണെഴുതിയിട്ടില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ കണ്ണെഴുത്ത്. പക്ഷെ എന്ത് ചെയ്യാൻ, അവിടെ എത്തിയിട്ട് റൂം എടുത്തിട്ട് തലയൊക്കെ നനച്ച് മേലൊക്കെ കഴുകിയിട്ട് പിന്നെയാണ് നമ്മൾ മുത്തപ്പക്കാവിക്ക് പോകുന്നതെന്ന് പറഞ്ഞത്. ഞാൻ അത്രയും നന്നിട്ട് കണ്ണെഴുതില്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ റൂം എടുക്കാനുള്ള തത്രപ്പാടിലായി. നമ്മളങ്ങനെ പറശ്ശിനിക്കടവിൽ എത്തി. മുത്താപ്പിനെ കേട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കടവ് എത്തിയപ്പോ തന്നെ അനൂസ് നീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് റൂം കിട്ടി. ഞങ്ങൾ എല്ലാരും കൂടെ ഒരു റൂമിലായിരുന്നു. എല്ലാരും കൂടെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് റൂം എടുത്തില്ല. സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല. അനൂസാണ് കുത്തിമറിയായിരുന്നു പറ്റില്ല. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കുത്തിമറിയാൻ. ഞാനും കുറെ നേരം കളിച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് കുളിക്കാൻ കയറി ഇറങ്ങിയൊക്കെ കൂടായിരുന്നു. എന്റെ ഇടയ്ക്ക് കാണാണ്ട് എന്റെ കുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ കുറെ നേരം വിചാരിച്ചു ഇനിയിപ്പോ മേലേക്ക് തലയൊക്കെ നനച്ചിട്ട് മുഖം കഴുകാതിരുന്നാൽ മതിയോ. പക്ഷെ എന്തായാലും അതിൻ്റെതായ കുഴപ്പം കാണുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ എൻ്റെ ആക്സസറീസ് ഒക്കെ ഊരി വെക്കുകയാണ്. എന്നിട്ട് കുളിക്കാൻ കയറാൻ അടുത്ത് ഞാനാണ് കുളിക്കാൻ കയറുന്നത്. അങ്ങനെ ഓരോരുത്തർ കുളിയൊക്കെ കഴിഞ്ഞു. അമ്മ അന്വേഷിച്ചിന്റെ ഒക്കെ കുളി കഴിഞ്ഞു. മാം ഇപ്പൊ എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. അങ്ങനെ മാം ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ദീപാപ്പിന്റെ കുളി കഴിഞ്ഞു. അങ്ങനെ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തെടുത്തു. അങ്ങനെ പിന്നെ എന്റെ നാട്ടിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എന്റെ ലിപ്ഷെയ്ഡ് നല്ല രസമല്ലേ നോക്കാണ് ഞാൻ. കമ്പലൊക്കെ അടിപൊളിയായിട്ടില്ലുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പറയണം രസമുണ്ട് എന്ന്. പിന്നെ ഇതാതു ഒരാണെങ്കിൽ ഒടുക്കാതെ നാണയ്ക്ക് ഒന്നാണ്ട് കൊടുക്കാൻ തോന്നിയിരുന്നു. നാണുമാനം ഇടിച്ചു കയറി വരുന്ന ഓരോ സന്ദർഭങ്ങളെ നാണം കൊണ്ട് അത് കർട്ടന്റെ ഉള്ളിക്കൊക്കെ കയറുന്നു. ഇവനേതാ പല്ലിയോ. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ഫ്രഷ് ആവലും കഴിഞ്ഞ് പിന്നെ നമ്മൾ മുത്തപ്പൻകാവിക്ക് ഇറങ്ങുകയാണ് മുത്തപ്പനെ കാണാൻ വേണ്ടി. ഫസ്റ്റ് ടൈം വരുന്നോണ്ട് കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അനൂസും അമ്മയും ഞാനും അച്ഛനും എല്ലാവരും റെഡി ആയിട്ട് നമ്മൾ നടന്നു പോവാണ്. മോനെ ഇവിടത്തേക്ക് ഇത് കാണാൻ എന്ത് ഭംഗി അറിയോ. എനിക്ക് മൊത്തത്തിൽ ഈ റിസോർട്ടിന് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അന്നോട്ട് അവിടുത്തെ പൂവൊക്കെ പിച്ച് പറിക്കുന്നു. അങ്ങനെ നമ്മൾ മുത്തപ്പനെ കാണാൻ വേണ്ടി നടക്കുകയാണ്. നമ്മളെടുത്ത റൂമിന്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു അമ്പലം. അതുകൊണ്ട് ഒരുപാട് നടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ നടക്കുന്നതിന്റെ ഇടയിൽ കുറെ കളിപ്പാട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നോട്ട് അതിന് വേണ്ടി വാശി പിടിക്കുന്നു. അപ്പൊ അമ്മ പറഞ്ഞു ഇപ്പൊ വാങ്ങിത്തരാന്ന് പറഞ്ഞ് ഒതുക്കിയിരുത്തിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. ഉണ്ണിക്ക് ചോറ് കൊടുക്കുന്ന ടൈമിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരക്ക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. മുത്തപ്പനെ എത്തിയിട്ട് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കൂലേ, അവിടെ ആയിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോഴേക്ക് നീലുവിന് ചോറ് കൊടുക്കാനുള്ള ടോക്കൺ വിളിച്ചു. അപ്പം ദിൻപാപ്പൊക്കെ എങ്ങനെയൊക്കെയോ പോയി. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. ചോറിന് പോലും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോട്ടോ കണ്ട് മനസ്സമാധാനപ്പെടേണ്ടാവുന്നു. ഫോട്ടോ എങ്കിലും എടുക്കാരെങ്കിലും ഉണ്ടായത് വലിയ ഭാഗ്യം. അങ്ങനെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അന്വേഷിച്ച് നടക്കണം. നല്ലൊരു പറ്റിയ ഹോട്ടൽ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അനൂസ് ഉറങ്ങി. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ഉള്ളിലേക്ക് ഫോണൊന്നും എടുക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് തിരക്കാവും. അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിലെത്തി. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറ്റിയ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ നോക്കണതിന്റെ ഇടയിൽ ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഗുരുവായൂർ ആനയോട്ടം കാണുന്നു. എല്ലാരും ഒരേപോലെ ടയേർഡ് ആയതായിരുന്നു ഈ ടൈം. ആ ടയേർഡിനെ അടിച്ചമർത്താനായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ മസാല ദോശ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 3/4 ഭാഗത്തോളം ഞാൻ കഴിച്ചു. ബാക്കി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറെ ആൾക്കാരുണ്ടായതുകൊണ്ട് ഓരോരുത്തരോട് ചോദിച്ച് അറിഞ്ഞ് നമ്മൾ കിട്ടുമ്പോഴത്തേക്കും ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
സത്യം പറയാലോ നല്ല വിശപ്പുണ്ടായിരുന്നു. ആ വിശപ്പിന്റെ ഇടയ്ക്ക് ഒരു നുള്ളി മസാല ദോശ അതൊന്ന് സാമ്പാറിൽ മുക്കി, പിന്നെ അതിന്റെ ഉള്ളിലെ മസാലയിലൊന്ന് പിടിപ്പിച്ച് ചമ്മന്തിയിലൊക്കെ മുക്കിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ സാറേ, വാവ്, അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും വായന്നു പോയിട്ടില്ല. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാന്നുള്ള പ്ലാനിലാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നടക്കുന്നത്. പക്ഷെ അടുക്കൊന്നും അടുക്കൂല. സത്യം പറയാലോ ഒടുക്കത്തെ വിലയായിരുന്നു. ഇത് നമ്മൾ റൂമിന്റെ അവിടെ എടുത്ത ഫോട്ടോ ആണ്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അമ്മ എടുത്തുന്ന ഫോട്ടോസ് ആണ്. പിന്നെ ഇതൊക്കെ നമ്മൾ എടുത്തുള്ളവർ വെച്ചെടുത്ത ഫോട്ടോസ് ഒക്കെയാണ്. അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് കയറി എടുത്ത ഫോട്ടോ ആണ്. ഇത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഒരു ചിരി ബമ്പർ ചിരിയിൽ നമ്മളൊക്കെ ചിരിപ്പിച്ച് അശ്വൻ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും എടുത്തൊരു ഫോട്ടോ. ഞാൻ ഫോട്ടോ എടുത്ത് വരുമ്പോഴാണ് അന്നൂസ് ഒടുക്കത്തെ കരച്ചിൽ. കാര്യം ചോദിച്ചപ്പോഴാണ് 350 രൂപയുടെ 2 കാറ് കൈ പിടിച്ചിരിക്കുകയാണ്. അത് വലുപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി പോകുന്നൊരു സാധനമായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു പോലീസ് കാറാണ് വാങ്ങിക്കൊടുത്തത്. അതിന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവ എവിടെ ചെന്നാലും എന്നെ നാറ്റിക്കാണല്ലോ ഭഗവാനെ. പിന്നെ ഞങ്ങൾ നൈസിൽ വേഗം ഇറങ്ങി. വെറുതെ അല്ല, എല്ലാവർക്കും ഫ്രൂട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ റിലാക്സ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നേ ചായ കുടിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് വിശന്നു. പിന്നെ വിശന്നു കഴിഞ്ഞാൽ നമ്മുടെ വയറിന് കൊടുക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛമ്മ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഉണ്ണിയപ്പം എല്ലാവരും കഴിക്കായിരുന്നു. പോകുമ്പോൾ നമ്മൾ നല്ല സമാധാനമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇവിടെ വരെ വന്നില്ലേ, ഇനി തലശ്ശേരി കോട്ടയം കൂടെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഗൈസ്, ഇന്നത്തെ ഫുൾ ഡേ ദിൻപാപ്പയുടെ വകയാണ് ചെലവ്. അതിന്റെ ആഹ്ലാദാണ് ഈ കണ്ടത്. പുറത്ത് ചിരിക്കണുണ്ടെങ്കിൽ പാപ്പിയുടെ മനസ്സ് അലറിക്കറിയാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ എപ്പോ അവന്റെ നേരക്ക് ഫോം പഠിക്കുമ്പോഴും അവന് ഓടിപ്പോവാറാണ്. ഞാനെന്താ അവനെ കൊല്ലു? അതെന്തെങ്കിലൊക്കെ ആവട്ടെ. അങ്ങനെ നമ്മൾ കോട്ടയിലേക്ക് കയറാൻ പോവുകയാണ്. കേറിയിട്ടും തീരെയൊന്നുമില്ല. എന്തത്? അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ കേറി. അങ്ങനെ അവിടെ എത്തിയപ്പോണ്ടാ അടിപൊളി സംഭവങ്ങൾ. എനിക്ക് നല്ല ഇഷ്ടമായി. കുറേ പച്ചപ്പും ഹരിതാപവും പിന്നെ കുറേ എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാനും മുത്തുവാപ്പയാണ് ഞങ്ങളെ കുടുംബത്തിലെ ബ്ലോഗേഴ്സ്. അതുകൊണ്ട് ഞങ്ങൾ കാണുമ്പോൾ എപ്പോഴും ഫോൺ പിടിച്ചിട്ടാവും. നല്ല അടിപൊളി പൂക്കളും തെങ്ങും മരവും പച്ചപ്പും എല്ലാം കൂടെ ഒരു അടിപൊളി പ്ലേസ് ആണത്. ഞങ്ങളാണ്ട് നടന്ന് എത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴേക്കും മേവാവിടുത്തെ പൂവൊക്കെ പൊട്ടിച്ച് ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പൊ മുത്തുവാപ്പയായിരുന്നു കുറച്ച് കഴിയട്ടെ, ഇവിടുന്ന് ഇപ്പൊ തന്നെ ഒന്നും പോവൂലാന്ന്. അങ്ങനെ അവിടെ കുറെ നേരം വായം പൊളിച്ച് നോക്കിയിരുന്നു. പിന്നെ അമൃതമ്മയ്ക്ക് ഫോട്ടോ എടുക്കാൻ പോവുകയാണ് ഞങ്ങള്. അങ്ങനെ മേമയ്ക്കും ഫോട്ടോ എടുത്ത് കൊടുത്തു, എനിക്കും ഫോട്ടോ എടുത്തു തന്നു. അങ്ങനെ മുത്തുവാപ്പി ആകെ ക്ഷീണിച്ചു ഗൈസ്. അല്ല അതിന്റെ അനിയനല്ലേ? ഈ സാധനത്തിന് എപ്പോഴേക്ക് കൈ കിട്ടണ്ടേന്നുള്ളൂ. എന്റെ അടുത്തേക്ക് വന്നിരുന്നല്ലോ, കണ്ട് ഇറങ്ങി ഓടുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ സത്യല്ലേ? ഓടി ചെന്ന് മുത്തുവാപ്പിയുടെ കൈ പിടിക്കുന്നുണ്ട്. എല്ലാവർക്കും മുത്തുവാപ്പി മതി. ഹലോ ഹലോ അങ്ങനെ ഞാനും തിൻപാപ്പിയും കുറച്ചു നേരം ശങ്കരൻ തമ്പി നാഗവല്ലിക്കായിട്ട് അവിടെ നിന്നു. അത് ആക്ച്വലി ഒരു തടവ് മുറിയായിരുന്നു. പണ്ട് ഈ രാജാക്കന്മാർക്ക് ഭരണം നടത്തുമ്പോ, അല്ല ഈ യുദ്ധമൊക്കെ ഉണ്ടാവുമ്പോ പൂട്ടിയിട്ടൊരു സംഭവം ആണെന്നാണ് എൻ്റെ ഒരു അറിവില്. ഞങ്ങളാരും പഠിച്ചു വെക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഒരുപാട് നേരം യാത്ര ചെയ്തു. അപ്പോൾ തന്നെ ഞങ്ങൾ വിശന്നൊരു വൈക്കായിട്ടുണ്ടായിരുന്നു. അച്ഛമ്മ കൂടെ ഉണ്ണിയപ്പാണ് കഴിയുകയും ചെയ്തു. പിന്നെ നമ്മൾ അവിടെ കണ്ടൊരു ഹോട്ടലിലേക്ക് കയറി ബിർനാണി കഴിക്കാൻ പോവുകയാണ്. പറയാതിരിക്കാൻ വയ്യ, നല്ല ബിരിയാണി ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഞങ്ങളൊക്കെ തനി രൂപങ്ങൾ കാണാൻ പോവാണ്. കണ്ടില്ലേ, ഓരോരുത്തരും മുടിയൊക്കെ കെട്ടിക്കണെങ്കിൽ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ഒക്കെ കെട്ടിക്കണം. അടുത്ത ഞാനും കെട്ടിച്ച് കണ്ടില്ലേ. നമ്മൾ പോകുമ്പോൾ മാത്രമേ ലുക്കൊക്കെ ഉണ്ടാവുള്ളൂ, വരുമ്പോ ഒന്നും ഉണ്ടാവൂല. ഇനി നമ്മൾ ഒരു സ്ഥലത്തും നിർത്തൂലാറുണ്ട്. സത്യമായിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് ഒരു വഴിക്കും വയ്യ. അപ്പൊ ഇനി ഞങ്ങൾ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങട്ടെ. അപ്പൊ ഓക്കെ ബൈ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പിടിക്കോ.